ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എന്നോട് എൻ്റെ പല വീഡിയോയ്ക്കും കമൻ്റായിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ജോബായോ, അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് ആയിട്ടും അല്ലാതെയൊക്കെ ആണെങ്കിലും നാട്ടിൽ നിന്ന് ക്യാപ്പിന് വരാനിരിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, ന്യൂസിലൻഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അതോ ജോബ് വേക്കൻസീസ് ഓപ്പണായി വരുന്നുണ്ടോ, എല്ലാവരും ഇങ്ങനെ ഫ്രീസിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു, ഫ്രീസിങ് ഒക്കെ മാറിയോ, ജോബ് വേക്കൻസീസ് ഓപ്പൺ ആയോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ക്വയറീസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം വലിയ ചേഞ്ചസ് ഒന്നും തന്നെ പറയാൻ ഇല്ല, കാരണം നമുക്കൊന്നും ഇതുവരെ ജോലി ആയിട്ടില്ല. അപ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും വന്നതായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ പോലും ജോലി കിട്ടുന്നവരും ഉണ്ട്. അതായത് എനിക്ക് റീസെൻ്റായിട്ട് ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്ന്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് ഇവിടുത്തെ ഒരു റെസിഡൻറ്റ് വന്നുകൊണ്ട് അവർക്ക് വിസ സപ്പോർട്ടിങ് അതിൻ്റെ ആവശ്യമില്ല ഇവിടുത്തെ റെസിഡൻ്റ് ആയി കഴിയുമ്പോൾ. സോ അതുകൊണ്ട് ആ ഒരു ജോബ് വേക്കൻസി, ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി പോയായിരുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ബട്ട് ഇവിടെ ജോലി കിട്ടുന്നവരും ഉണ്ട് ഇപ്പോൾ. കാരണം ഞാൻ ഇപ്പം നമ്മൾ ജോബ് സെർച്ചിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓൺലൈനിൽ സീക്ക്, കിവി ഹെൽത്ത്, അതുപോലെ തന്നെ DHBD ആണെങ്കിൽ DHBയുടെ സൈറ്റ്, ഇപ്പോൾ ലിസ്റ്റ് ഓഫ് DHBs എന്ന് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് DHBs നമുക്ക് വരും. അതിൽ ഓരോ റീജിയനനുസരിച്ച് നമുക്കിങ്ങനെ വേക്കൻസീസ് കാണാൻ പറ്റും. അപ്പോൾ അതേ കയറി നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ബട്ട് ഇപ്പം നമ്മുടെ ക്യാപ്പ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കും DHBയിൽ ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ, റീസെൻ്റായിട്ട് കിട്ടിയതുണ്ട്. അപ്പം കൂടുതലും എനിക്ക് അറിയാൻ സാധിച്ചത് സീക്കിൽ കൂടി അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കിവി ഹെൽത്ത് എന്നൊരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിൽ കൂടി അപ്ലൈ ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. എത്രത്തോളം അത് കറക്റ്റാണെന്ന് അറിയില്ല, ബട്ട് സീക്കിൽ കൂടി അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കിവി ഹെൽത്തിൽ കൂടി ജോബ് ഒന്നോടെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കേട്ടത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇപ്പോൾ ക്യാപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക്, അതായത് ചിലർ നമ്മൾ ഏജ് കെയർ സെറ്റിങ്സിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ചില ഏജ് കെയർ ഹോമുകാർ അവർ തന്നെ അവിടെ ക്യാപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ജോബ് ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടെ ചോദിച്ചപ്പോൾ അവർക്ക് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് അവർക്ക് ഇമിഗ്രേഷനിൽ നിന്ന് വിസ സപ്പോർട്ട് കിട്ടുന്നില്ലായിരുന്നു, വിസ ടോക്കൺ കിട്ടുന്നില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് കെയർ ഹോമുകളിൽ കൂടിയും ഒക്കെ ഡയറക്റ്റ് നമ്മൾ CV കൊണ്ടുപോയി കൊടുത്തു. CV കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആണെങ്കിൽ പോലും ഒരു കെയർ ഹോമിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടിയത് ഓൾറെഡി അവരൊരു ആപ്ലിക്കൻറ്റിനെ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ ഓഫർ ലെറ്റർ കൊടുത്തിട്ടും ആ കുട്ടിക്ക് അവർക്ക് വിസ ടോക്കൺ കിട്ടിയിട്ടില്ലായിരുന്നു ആ സമയം വരെ. അപ്പോൾ അവർ ഇമിഗ്രേഷനിൽ ആ കുട്ടിയുടെ വിസ ടോക്കണിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ഒരു കാൻഡിഡേറ്റിനെ അവർ എടുക്കുന്നില്ല. അപ്പം അതായത് വിസ ടോക്കൺ കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്നാണ് അന്ന് അങ്ങനെയാണ് എന്നോട് അവർ പറഞ്ഞത്. അപ്പം അതുപോലെ തന്നെ അങ്ങനെ ഡയറക്റ്റ് കെയർ ഹോമുകളിൽ കൂടി പോയി നമുക്കിപ്പോൾ ക്യാപ്പൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലും കെയർ ഹോമുകളിലൊക്കെ നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി CV കൊടുക്കാം. ചിലരത് വാങ്ങിക്കുന്നുണ്ട്, ചിലരത് അപ്പോൾ തന്നെ അവർ പറയും അവരുടെ സൈറ്റിൽ കൂടി അപ്ലൈ ചെയ്യാനായിട്ട് പറയും. നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുത്താൽ ചിലർ CV മേടിച്ച് വെച്ചിട്ട് വിളിച്ച് ഇൻ്റർവ്യൂ കിട്ടുന്നവരും ഉണ്ട്. ബട്ട് ഇപ്പം ഒരു മോർ ദാൻ 7 years എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ഗവൺമെൻറ് സെക്ടറിൽ കിട്ടുന്ന അത്രയും സാലറി നമുക്ക് ഏജ്ഡ് കെയർ ഹോമിലും പ്രൈവറ്റ് സെക്ടറിലും അവർ ഓഫർ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് തന്നെ അറിയാം ഇത്രയും ജോബ് ക്രൈസിസ് ഉള്ളൊരു സമയമാണ്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നൊരിത് ഉള്ളത് കൊണ്ടായിരിക്കണം. അത്ര നല്ല സാലറി ഒന്നുമില്ല, എന്നാൽ പോലും കിട്ടുന്ന ഒരു നല്ല ജോലി എന്നുള്ളത്, അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിട്ടുന്നവരത് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അങ്ങനെ നമുക്ക് ഇരിക്കുന്നവർക്ക് ട്രൈ ചെയ്യാൻ കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള കെയർ ഹോമുകളിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് CV കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ അതിലൂടെയും ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കിട്ടിയവരെയും നമുക്ക് അറിയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ സീക്ക് വഴി അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു. ബട്ട് എനിക്കത് മെയിൽ വന്നത് എൻ്റെ സ്പാമിലായിരുന്നു. പക്ഷേ എന്തോ ഞാനത് അതായത് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. അവർ 4 days ആണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത്. 4 days ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ സ്പാമിലെ മെയിൽ കണ്ടപ്പോൾ എനിക്ക്
പിന്നെ നെക്സ്റ്റ് ഡേ കൂടി ഉണ്ടായിരുന്നുള്ളൂ അത് ഇൻ്റർവ്യൂ ഫേസ് ടു ഫേസ്. അപ്പം ഞാൻ അവർക്ക് മെയിൽ അയച്ചു. എനിക്കിങ്ങനെ സ്പാമിലായിരുന്നുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ എനിക്ക് ഒരു ഡേറ്റ് അറേഞ്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് അതായത് നമുക്ക് ഓൺലൈൻ അത് നമ്മുടെ ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഓക്കെ ആണ് എന്ന് പറഞ്ഞവർ നമുക്ക് ഇതുപോലെ ടീം എന്ന ഒരു ആപ്ലിക്കേഷൻ വഴി അവർ നമുക്ക് ഇൻ്റർവ്യൂ നെക്സ്റ്റ് ഡേ തന്നെ അറേഞ്ച് ചെയ്തു തന്നു. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് എനിക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ OTയുടെ തന്നെ ഒരു വേക്കൻസി ആയിരുന്നു. സോ അത് 2 പേരുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ ഇൻ്റർവ്യൂ പാനലിൽ. അവർ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 30 to 45 മിനിറ്റ്സ് നിയർലി 1 hour ഉള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഓക്കെ ആയിരുന്നു, എല്ലാം ഓക്കെ ആയി. അവർ പറഞ്ഞു ഒത്തിരി ആപ്ലിക്കൻസ് ഇത് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസ് ഞങ്ങൾക്ക് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് തരാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്യൂ അല്ലെങ്കിൽ ഞങ്ങൾ മെയിലിൽ കൂടി പറയുമെന്നായിരുന്നു പറഞ്ഞേ. അത് കഴിഞ്ഞ് അവരൊരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ കോൾ ചെയ്തിട്ട് പറഞ്ഞു അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ സെലക്ട് ആയിട്ടില്ല. സോ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് അതിൻ്റെ റീസൺ ഒന്ന് അറിയാൻ പറ്റുമോ, എന്താ റീസൺ എന്നുള്ളത്. അതായത് നമ്മൾ നന്നായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തയാണോ, എന്താ റീസൺ എന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇവിടുത്തെ ഒരു റെസിഡൻറ്റിന് അതായത് വിസ സപ്പോർട്ട് ഓൾറെഡി വർക്ക് വിസ അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻസി ഉള്ള ഒരാളെ കിട്ടി അതുകൊണ്ടാണ്. അതായത് അങ്ങനെ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ ഇവിടെ തന്നെ കുറേ പിള്ളേർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് റെഫറൻസ് വരെ ചോദിച്ച് എല്ലാം കഴിഞ്ഞിട്ടുള്ള പിള്ളേർക്ക് വരെ ഇതുപോലെ ഒരു റെസിഡൻസി അല്ലെങ്കിൽ ഇതുള്ള ഒരു ഇത് വന്നപ്പോൾ അങ്ങനെ പോയത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അപ്പോൾ ഇതെനിക്ക് എന്നോട് റെഫറൻസ് ഒന്നും ചോദിച്ചില്ലായിരുന്നു. അവർ പറഞ്ഞു ഓൾറെഡി ഇതുള്ള ഒരാളെ കിട്ടി, സോ അതുകൊണ്ട് അങ്ങനെയാണെന്ന് പറഞ്ഞു. അതപ്പോൾ അങ്ങനെ അതായിപ്പോയി. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് കിട്ടുന്നുണ്ട്. ഈവൻ DHBയിൽ കുറവാണെങ്കിൽ പോലും പ്രൈവറ്റ് സെക്ടറിലും കെയർ ഹോമുകളിലും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10% ആൾക്കാർക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, കിട്ടുന്നവരും ഉണ്ട്. അതായത് കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു അടുത്തൊരു ഹോസ്പിറ്റലിൽ സർജിക്കൽ ഏരിയയിൽ വേക്കൻസി വന്നായിരുന്നു. അപ്പോൾ സോ എനിക്ക് OT എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ സർജറി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഒന്നും റെസ്പോൺസ് ഒന്നും വന്നില്ലായിരുന്നു. സോ ബട്ട് അവിടെ കിട്ടിയ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ക്യാപ്പ് കഴിഞ്ഞവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ക്യാപ്പ് കഴിഞ്ഞവരെയും സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ കിട്ടുന്നവരും ഉണ്ട്. അതായത് ഫുള്ള് ഫ്രീസിങ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഫ്രീസിങ് ആണെങ്കിൽ ആരെയും എടുക്കത്തില്ലല്ലോ. അപ്പോൾ ജോലി കിട്ടുന്നവരും ഉണ്ട്. കെയർ ഹോമുകളിലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിലും DHBയിലാണെങ്കിലും ജോബ് കിട്ടുന്നുണ്ട്. പക്ഷെ വളരെ ചെറിയ തോതിലാണ്. അതായത് വളരെ മൈനോറിറ്റി ഓഫ് ആൾക്കാർക്കാണ് അത് കിട്ടുന്നുള്ളൂ എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ന്യൂസിലാൻഡിൽ ട്രൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓസ്ട്രേലിയയിലും ജോലി ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് APC വന്നു കഴിഞ്ഞാൽ സെയിം ഡേ തന്നെ നമുക്ക് AFRA രജിസ്ട്രേഷൻ ചെയ്യാം. AFRA രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് നമ്മുടെ ഒരു നോട്ടറൈസ് ചെയ്ത പാസ്പോർട്ട് കോപ്പിയുടെ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നു 500 to 550 അതിനിടയ്ക്കുള്ളൊരു എമൗണ്ടാണ്, ഡോളറാണ് നമുക്ക് അതിനായത്. അപ്പോൾ നിങ്ങൾക്കത് APC വരുന്ന അന്ന് തന്നെ നിങ്ങൾ AFRA രജിസ്ട്രേഷനും കൂടി ചെയ്യുക. സോ പെട്ടെന്ന് തന്നെ AFRA രജിസ്ട്രേഷൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയൻ ട്രൈ ചെയ്യാം. അപ്പം AFRA രജിസ്ട്രേഷൻ ചെയ്യേണ്ടതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഈ നമ്മുടെ ന്യൂസിലൻഡിൽ കിവി ഹെൽത്തിലാണ് ജോബ്സ് കിട്ടാൻ എളുപ്പമെന്ന്. അതായത് അതിൽ അപ്ലൈ ചെയ്തവർക്കാണ് ജോബ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് സീക്കിനേക്കാളും. ആ സമയത്ത് ഓസ്ട്രേലിയയിൽ നമുക്ക് സീക്കിലൂടെയാണ് കൂടുതലും പിള്ളേർക്ക് ഇൻ്റർവ്യൂ കിട്ടിയതായിട്ട് അറിഞ്ഞ്. അപ്പോൾ സീക്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സീക്കിൽ നമുക്കിങ്ങനെ വിസ സ്പോൺസർഷിപ്പ് 482 സ്പോൺസർഷിപ്പ് കിട്ടുന്നവർ അങ്ങനെ നമുക്കതനുസരിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സദേൺ ഓസ്ട്രേലിയയുടെ സൈറ്റ് ഉണ്ട് സെപ്പറേറ്റ്, പിന്നെ ക്യൂൻസ്ലാൻഡിൻ്റെ സൈറ്റ് ഉണ്ട്, അതുപോലെ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ, അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് അവരുടേതായ സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമുക്ക് ജോബ് വേക്കൻസീസ് നോക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് സീക്കല്ലാതെ അവരുടെ തന്നെ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് ഉണ്ട്, ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഉണ്ട്, അതിലേക്ക് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലും നമുക്ക് ജോബ്സ് സെർച്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആസ് വെൽ ആസ് നമുക്ക് എന്താ പറയുക നമുക്ക് സീക്കിൽ കൂടെയും അപ്ലൈ ചെയ്യാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ ഈ UK, അയർലൻഡ് ഒക്കെ പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏജൻസി ത്രൂ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകുന്നവരുണ്ടല്ലേ. അതുപോലെ നമുക്ക് ഓസ്ട്രേലിയക്കും ഏജൻസീസ് ഉണ്ട്. അതായത് നമ്മൾ ഈ സീക്കിൽ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ചില ഏജൻസി ത്രൂ ആയിരിക്കും ആ കെയർ അല്ലെങ്കിൽ ആ ഫെസിലിറ്റി ആ എംപ്ലോയേഴ്സ് അതിൽ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഏജൻസിക്കാരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഞാനൊരു 3-4 ഏജൻസീനെ നമ്മൾ നല്ല അവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഏജൻസി കോണ്ടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ഏജൻസിക്കാർ പറഞ്ഞത് അവർക്ക് UK, അയർലൻഡ്, അതുപോലെ തന്നെ സിംഗപ്പൂർ, ന്യൂസിലാൻഡ്, പിന്നെ ബാങ്കോക്ക്, അവിടെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ നോക്കുന്നത്. അവർക്കാണ് അവർ ജോബ് ഓഫർ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത് ആ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ എന്നാൽ ചില ഏജൻസിക്കാർ 482 വിസ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ക്യാപ്പ് കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കും ജോബ് ഓഫർ വരുന്നുണ്ട്. എന്നെ ഒരു 2 ഏജൻസിന്ന് നമുക്ക് അവരൊരു ജസ്റ്റ് ഏജൻസിക്കാർ നമുക്കൊരു ഇൻഫോർമൽ മീറ്റിംഗ് പോലെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പം അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഓരോ ഏജൻസിയും ഓരോ റീജിയണിലാണ്. ഇപ്പോൾ ഓരോ ഏജൻസി വിക്ടോറിയ, മെൽബൺ റീജിയണിലാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ വേറെ ഏജൻസി അവർക്ക് ഓരോ റീജിയൻ അനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ വിക്ടോറിയ, മെൽബൺ ഒക്കെ അവരിപ്പോൾ എന്നോട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പ്ലസ് ICU എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. സോ നമുക്ക് കെയർ ഹോമുകളിലേക്ക് അവർക്ക് നമ്മളെ എന്താ ചെയ്യാൻ പറ്റില്ല, ഇന്റർവ്യൂ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു മെഡിക്കൽ വാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡ് എക്സ്പീരിയൻസ് റീസെൻ്റ് ആയിട്ടുള്ളതായിരുന്നെങ്കിൽ അവർക്ക് പിന്നെയും ട്രൈ ചെയ്യായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററും ICU ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ഒരു കെയർ ഹോം നമുക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ വിക്ടോറിയ, മെൽബൺ അവിടെയൊക്കെ ഇയർ എൻഡിങ്ങും കാര്യങ്ങളും പുതിയ കുറേ ഇതൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അവർ സ്പോൺസർഷിപ്പ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഇല്ലാണ്, ഈ മാസങ്ങളിലില്ല. മേ ബി സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴേക്കും ഓപ്പൺ ആകും. അപ്പോൾ നമുക്ക് ഇന്റർവ്യൂ വരുമ്പോൾ നമുക്ക് ഞാൻ അറേഞ്ച് ചെയ്യാം. ഹോസ്പിറ്റലിൽ തന്നെ നമ്മുടെ സെയിം എക്സ്പീരിയൻസ് തന്നെ ഉള്ളതിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ഏജൻസി ഓസ്ട്രേലിയൻ സിറ്റിസൺ അവിടുത്തെ ഒരാളാണ് വിളിച്ചത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ ഇതുപോലെ ക്യാപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിൽക്കുകയാണ്, വിസിറ്റിംഗ് വിസയിലാണെന്ന് അറിയാം. ബട്ട് നിങ്ങൾ വിസ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാട്ടിൽ പോകാം. ഈ പ്രോസസ്സിങ് നിങ്ങൾക്ക് നാട്ടിൽ നിന്നും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നാട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യാം, നാട്ടിൽ നിന്ന് പ്രോസസ്സിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അവരെന്നോട് പറഞ്ഞു പറ്റുവാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയി അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത്സിലേക്ക് ഒരു കെയർ, അതായത് മെഡിക്കൽ വാർഡിലോ എവിടെയെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് എടുക്കുകയാണെങ്കിൽ കെയർ ഹോമുകളെ കിട്ടാൻ അത് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചില ഏജൻസിക്കാർ നമ്മളോട് ചോദിക്കുന്നതും, ഏജൻസിക്കാരെന്നല്ല ചില കെയർ ഹോമുകളിൽ നിന്നാണെങ്കിലും നമ്മൾ സീക്കിലൂടെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർ നമ്മളെ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ന്യൂസിലാൻഡിൽ റീസെന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഏജ്ഡ് കെയർ എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് 6 മന്തെങ്കിലും ഒരു നമുക്ക് കെയർ ഹോമിലുള്ള എക്സ്പീരിയൻസ് വേണമെന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്കിപ്പോൾ 1 മന്ത് ക്യാപ്പ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസേ ഉള്ളൂ. അത് പറയുമ്പോൾ അവർ നമ്മളോട് സോറി പറയുന്നത് കാരണം അവർക്ക് വേണ്ടത് ന്യൂസിലാൻഡിലെ കെയർ ഹോം എക്സ്പീരിയൻസ് ആണ്. അറ്റ്ലീസ്റ്റ് 6 മന്തെങ്കിലും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയും ഇതുണ്ട്, റീസെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് ചിലയിടത്ത്. പിന്നെ കിട്ടിയ പിള്ളേർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിൽ തന്നെ കൺട്രി സൈഡുകൾ നമുക്ക് ഓരോ സ്ഥലത്തിൻ്റെ റീജിയൻ പ്ലേസസ് അങ്ങനെയുള്ള റൂറൽ ആയിട്ടുള്ള ഏരിയാസ്, കൺട്രി സൈഡുകൾ അതൊക്കെ നമുക്കിങ്ങനെ ക്രോമിൽ അടിച്ചു നോക്കിയാൽ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സ്ഥലങ്ങൾ മെയിനായിട്ട് എടുത്തിട്ട് അങ്ങോട്ടേക്കുള്ള കെയർ ഹോമുകളിലേക്കും അവിടെയൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് മെയിൻ സിറ്റി അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ കിട്ടാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും ആദ്യമേയൊക്കെ. അപ്പോൾ കിട്ടുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. അപ്പോൾ കിട്ടാനുള്ള എന്താ പറയുക ചാൻസ് കൂടുതൽ നമുക്ക് ഇതുപോലെയുള്ള കൺട്രി സൈഡുകളിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസസ് സെർച്ച് ചെയ്തിട്ട് അങ്ങനെയുള്ള പ്ലേസസുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ കിട്ടുന്നത് കെയർ ഹോമിലാണെങ്കിലും ആദ്യം അവിടെ കയറുക, പിന്നെ നമുക്ക് അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ 482 വിസ മിക്കയിടത്തും 482 വിസയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുറേ പേർക്ക് ഏജൻസി ത്രൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്നോട് പോയ കുട്ടികളൊക്കെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പറഞ്ഞ് നമ്മൾ ഏജൻസിക്ക് ക്യാഷ് കൊടുക്കേണ്ട, ഇപ്പോൾ ഏജൻസി നമുക്ക് ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാനൊരു ഏജൻസി
ഏജൻസിനെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ബട്ട് ഒത്തിരി പിള്ളേരെ അങ്ങനെ ഏജൻസി ത്രൂ കിട്ടി, അത് ഹോസ്പിറ്റലിലാണെങ്കിലും അങ്ങനെ കിട്ടി പോകുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കേണ്ട, അവർക്ക് അവിടെ ഫെസിലിറ്റിയിൽ നിന്നാണ് കിട്ടുന്നത്, എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് അവർക്കത് കിട്ടുന്നത്. പിന്നെ നമുക്ക് വിസ പ്രോസസ്സിംഗ് ആണെങ്കിലും എല്ലാവരും നമ്മൾ ഹെൽപ്പ് ചെയ്യും, അവർ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്താൽ മതി എന്നാണ് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ ന്യൂ സൗത്ത് വെയിൽസ്, ക്യൂൻസ്ലാൻഡ് അങ്ങനെയുള്ള സൈറ്റുകളിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അപ്പോൾ ഈ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരും. അതായത് സെയിം ലൈക്ക് നമ്മുടെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലൊരു 5-6 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നവർ നമുക്ക് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ സെയിം ലൈക്ക് സിമുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലെ നമ്മുടെ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതായത് നമ്മൾ ഒരു ഇത്രയും കൂടി നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കുന്നതിനേക്കാളും ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, നമ്മളിപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളൊരു സഡൻ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷന് അങ്ങനെയുള്ളൊരു എന്താ പറയുക തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു ഓവറോൾ ഒരു ഇത് കൊടുത്തിട്ട് നമ്മൾ ഡ്യൂറിങ് മൈ ഷിഫ്റ്റ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റി അങ്ങനെയുള്ളൊരു രീതിയിൽ എക്സാമ്പിൾ വെച്ച് ആൻസർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ആ എംപ്ലോയറിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ടൈപ്പിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സീക്ക് വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള സൈറ്റുകളിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് ഇതുപോലെ മിക്കയിടത്തും ഇപ്പം എനിക്കറിയാവുന്ന ഇവിടെ ക്യാപ്പ് കഴിഞ്ഞിരിക്കുന്ന ചില പിള്ളേർ എന്നോട് പറഞ്ഞത്, ചില ഏജൻസി അവരിപ്പം ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ കെയർ ഹോംസുകളിലാണെങ്കിൽ അവർ വിളിച്ചിട്ട് ആൻമാർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, ആൻമാർക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികൾ ഇപ്പം അതും ചെയ്യുന്നുണ്ട്. കാരണം അത് ചെയ്യുവാണെങ്കിൽ അത് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യുക, നമുക്ക് നോക്കാമെന്നാണ് ചില ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും APC വരുമ്പോൾ തന്നെ ആഫ്ര രജിസ്ട്രേഷൻ ചെയ്യുക. ഓസ്ട്രേലിയയിൽ ഒത്തിരി പേർക്ക് ഇന്റർവ്യൂ കിട്ടുന്നുണ്ട്. ഞാനും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏജൻസി ത്രൂവും അല്ലാതെയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഓക്ലാൻഡിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കെയർ ഹോമിൻ്റെ ഒരു ഇതാണ്, അവർ വന്ന് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തായിരുന്നു. അത് ഒരു എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നിയർലി ഒരു 500+ നിയർലി 1000 ഒരു കാൻഡിഡേറ്റ്സ് എങ്കിലും അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയാണെങ്കിൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ് വരുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ജോബ് ഫെയർ ഒക്കെ പോലെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കീപ്പ് ഓൺ ട്രൈയിങ്. പിന്നെ ഇവിടെ തന്നെ ന്യൂസിലാൻഡിലാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ആർക്കും കിട്ടുന്നില്ലെന്ന് പറയുന്നില്ലല്ലോ. ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെയാണെങ്കിലും DHB കിട്ടിയവരെ എനിക്കറിയാം. അതുപോലെ തന്നെ എന്താ പറയുക, പ്രിസണിൽ കിട്ടിയവരുണ്ട്, നമ്മുടെ അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തിൻ്റെ പാലിയേറ്റീവ് കെയറിൽ കിട്ടിയവരുണ്ട്. അപ്പോൾ ചിലർക്കത് കിട്ടുന്നുണ്ട്, ഓരോരുത്തരുടെ ലെക്ക് പോലെയാണ്. പിന്നെ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയാണ്. ദൈവത്തെ കൂടെ പിടിക്കുക, പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. CV-യും കവർ ലെറ്ററും എല്ലാം ഇപ്പോൾ നമ്മൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചിട്ട് അതെല്ലാം CV-യിലും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ സ്കിൽസിലെല്ലാം അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനത്തെ CV ഒക്കെ ഉണ്ടാക്കി അതെല്ലാം അപ്ലൈ ചെയ്യുക. അതെല്ലാം വെച്ചിട്ട് ജോലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ന്യൂസിലാൻഡിലും ട്രൈ ചെയ്യുക. ഇപ്പോൾ കിവി ഹെൽത്ത് എന്ന് പറഞ്ഞ സൈറ്റിൽ കൂടി കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക സീക്കിനേക്കാളും. ഇപ്പോൾ അതിലൂടെ അപ്ലൈ ചെയ്തവർക്ക് കിട്ടിയവർ ഇങ്ങനെ പറയുന്നുണ്ട് അതിലൂടെയാണ് അപ്ലൈ ചെയ്തതെന്ന്. അപ്പോൾ കിവി ഹെൽത്തിലൂടെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ DHBയുടെ സൈറ്റിൽ കൂടിയൊക്കെ ആണെങ്കിലും ഡയറക്റ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കീപ് അപ്ലൈയിങ്. എനിവേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ ഞങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ നമുക്കൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് ഏജൻസിയുടെയൊക്കെ നമുക്ക് ഏജൻസി ത്രൂ ആണെങ്കിൽ അവരുടെ ഇമെയിൽ ID എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നതെല്ലാം ഞാനും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്നവർക്ക്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ക്യാപ്പ് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലൊക്കെ ജോബ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നമ്മുടെ എന്തെങ്കിലും ഹെൽപ്പ്, അതായത് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ജോബ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ പോലും അതിൽ കിട്ടുന്നവരും ഉണ്ട്. അപ്പോൾ വാർഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കെയർ ഹോമുകൾക്കൊക്കെ ആണെങ്കിലും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി വരും മാസങ്ങളിലാണെങ്കിലും പല ഇപ്പോൾ ഈ വിക്ടോറിയ മെൽബണൊക്കെ ആണെങ്കിലും ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുന്ന ഏജൻസിക്കാർ പറഞ്ഞ് വരും കമ്മിങ് മന്ത്സിൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും, അവരൊക്കെ റിക്രൂട്ട്മെന്റ് ചെയ്യുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ
ആർക്കെങ്കിലും ഇമെയിൽ ID ഇതുപോലെ ഏജൻസിയുടെ കോൺടാക്റ്റ് അല്ലെങ്കിൽ അവരുടെയൊക്കെ മെയിൽ ID യും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ താഴെ കൊടുക്കുക, അതിലേക്ക് മെയിൽ അയച്ചാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം, ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം. എനിവേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ അഫ്ര രജിസ്ട്രേഷൻ ചെയ്യേണ്ടതിൻ്റെ ലിങ്കും ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വിസ എക്സ്റ്റൻഷന് നമുക്കിവിടെ 6 മാസമാണ് നിൽക്കാൻ പറ്റുള്ളൂ. വിസ എക്സ്റ്റൻഷന് നേരത്തെയൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് പോയ കുട്ടികളൊക്കെ വീഡിയോ ചെയ്തവരൊക്കെ പറയുന്നുണ്ടായിരുന്നു വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയില്ലെന്നൊക്കെ. പക്ഷെ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സെൽഫായിട്ടാണ് അവൾ വിസ എക്സ്റ്റൻഷൻ ഇട്ടത്. അവൾക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആഗ്രഹം അങ്ങനെ നിൽക്കാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് വിസ എക്സ്റ്റൻഷൻ വേണമെങ്കിൽ കൊടുക്കാം. ബട്ട് ഇവിടെ നമ്മൾ റെൻറ്റ് കൊടുത്ത് നിൽക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യുന്ന അങ്ങനെ നിൽക്കാൻ ആഗ്രഹമുള്ളവർ, അത് വിസ കിട്ടുന്നില്ല എന്നോർത്ത് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ വിസ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടി, സെൽഫായിട്ടാണ് ഇട്ടതെന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് കോൺടാക്ട് ചെയ്ത ഏജൻസിയിൽ നിന്നാണെങ്കിൽ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, പ്രോസസ്സിംഗ് എല്ലാം നാട്ടിൽ നിന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് അതിന് അനുയോജ്യമായൊരു തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ അഫ്ര ചെയ്യുക പെട്ടെന്ന് തന്നെ, APC വരുമ്പോൾ തന്നെ. അതുപോലെ തന്നെ ന്യൂസിലാൻഡിലും സെയിം ടൈമിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്യുക. എവിടെന്നെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനിവിടെ ഒരു പ്രൈവറ്റ് സെക്ടർ ഒരു ഹോസ്പിറ്റലിലെ OTയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്ന്. ആർക്കെങ്കിലും അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേണമെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു 1 hour ഇൻ്റർവ്യൂ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അവരെന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആർക്കെങ്കിലും അത് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയണമെങ്കിൽ ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, OT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അതൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഓൾ.